ഇത് പ്രയാസമുള്ള കാര്യമാകുന്നു. റോമാലേഖനം 10 അധ്യായം 14-15 വാക്യങ്ങൾ. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? ആരെങ്കിലും അയക്കണം, ആരെങ്കിലും പോകണം, ആരെങ്കിലും പ്രസംഗിക്കണം, ഇല്ലെങ്കിൽ സുവിശേഷം നിർജീവമാണ്. ഇത് പ്രയാസമുള്ള കാര്യമാണ്. പോകണം പോകണം പോകണം, എന്നാൽ എല്ലാ പ്രായത്തിലും പോകാനൊക്കത്തില്ല, എല്ലാ ഇടത്തും പോകാനൊക്കെ. പക്ഷെ എല്ലാ പ്രായക്കാർക്കും പ്രാർത്ഥിക്കാൻ പറ്റും. എല്ലാ പ്രായക്കാർക്കും അല്പം പൈസ അയച്ചു കൊടുക്കാൻ പറ്റും. പക്ഷേ ആർഭാടത്തിന് വേണ്ടിയും ആഘോഷത്തിന് വേണ്ടിയുമല്ല, സുവിശേഷത്തിന്. എല്ലാ ഇടത്തും പോകാൻ പറ്റിയല്ല, നിയമപ്രശ്നങ്ങളുണ്ട്. അതിന് അതിൻ്റെതായ ഗവൺമെൻറ് നിയമങ്ങളിലേ പോകാൻ പറ്റും. ദൈവം നിയമം വിട്ടൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ആരൊക്കെയോ പോകുന്നുണ്ട്. അവരെ ഒന്ന് അറിയാനായിട്ട് പ്രാർത്ഥിക്കേ. നിങ്ങളുടെ ലക്ഷ്യം അതിലേക്ക് വരട്ടെ. എനിക്കൊരു പങ്കാളിയാകണമെന്ന് പറ കർത്താവിനോട്. കൊച്ചു കൊച്ചു കാര്യങ്ങളെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാതെ, എനിക്കൊരു പങ്കാളിയാകണം, നിത്യജീവന്റെ സുവിശേഷം അറിയിക്കാൻ എനിക്കൊരു പങ്കാളിയാകണം. ഇത് പ്രയാസമുള്ള കാര്യമാണ്. മനുഷ്യരെവിടെയുണ്ടോ അവിടെയെല്ലാം എത്തണം. കോട്ടയത്തും കൊട്ടാരക്കരയും കുമ്പനാട്ടും കോഴഞ്ചേരിയിലും മാത്രം വീണ്ടും 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 പ്രസംഗിക്കുകയോ, ഇതാണോ നമ്മുടെ ജോലി? ഇതാണോ നമ്മുടെ ദൗത്യം? എത്താത്തടത്തേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലെ സന്ദേശങ്ങൾ പാവപ്പെട്ടവരായ മനുഷ്യരോടായിരുന്നു. ബംഗാളി ഭാഷയിലോട്ടാണ് തർജ്ജമ ചെയ്തത്. എന്തൊരു ആനന്ദമാണ് ആ മനുഷ്യർക്ക്. അവർക്ക് സൺഡേ സ്കൂളില്ല. സൺഡേ സ്കൂൾ കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് എന്നോടുകൂടിയുള്ള ദൈവദാസൻ ക്ലാസ് എടുത്തു. കുട്ടികളെ സൺഡേ സ്കൂളിൽ വിടാൻ പേരൻസിന് സന്തോഷമായി. ഇത് പ്രയാസമുള്ള കാര്യമാണ്. ആരെങ്കിലുമൊക്കെ അല്പം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ പുറകിൽ. വീണ്ടും ചിലരും കൂടെ കഷ്ടപ്പെടാനായിട്ട് ഇറങ്ങണം ഇറങ്ങണം ഇറങ്ങണം. എങ്ങനെ ആളുകൾ രക്ഷിക്കപ്പെടും? ഉത്തരം കേട്ടുകൊള്ളുക. റോമർ 10:13. കർത്താവിൻ്റെ നാമം വിളിച്ചുപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. എന്നാ പിന്നെ തീർന്നല്ലോ, പണി എളുപ്പമാണല്ലോ? ഇല്ല, പണി എളുപ്പമല്ല, നല്ല കഷ്ടപ്പാടുണ്ട്. അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? സച്ചിൻ തെണ്ടുൽക്കറെ കുറിച്ച് അവർ കേട്ടിട്ടുണ്ട്, പക്ഷെ യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ല. അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനെ എങ്ങനെ വിശ്വസിക്കും? കേട്ടിട്ടില്ലാത്തവരുണ്ടോ പാസ്റ്ററെ? അയ്യോ, ഉണ്ടോന്ന്. ഞാൻ മുമ്പൊക്കെ പ്രസംഗിക്കുമ്പോൾ പവർ വിഷനിൽ ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നതിന് മുൻപ് ലോക്കൽ കേബിളിൽ ഞാൻ ഒരു ക്യാമറമാനെ കൊണ്ടുവന്ന് ഇങ്ങനെ പ്രസംഗിക്കുമായിരുന്നു. ഒരു 1000-2000 പേർക്കൊക്കെ കിട്ടുമായിരുന്നത്. അപ്പം അന്നേരം ഞാൻ ഈ പേജ് നമ്പർ പറയും. റോമർ 10 എന്ന് പറയാതെ 162 പേജ് എന്ന് പറയും. പത്തനംതിട്ടയിൽ നിന്ന് എൻ്റെ ഒരു സ്നേഹിതനായ പാസ്റ്റർ എന്നെ വിളിച്ചു, അയ്യോ ഇങ്ങനെ പേജ് നമ്പരൊക്കെ എന്തിനാ പറയുന്നത്? മനുഷ്യർക്ക് അറിയാമല്ലേ, നമ്മൾ ജീവിക്കുന്ന ഒരു സർക്കിളിനകത്താ നമ്മുടെ മനസ്സ് കിടക്കുന്നത്. ഇതൊന്നും അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയായി പറയുന്നേ.
1 കോടി മനുഷ്യർക്കറിയാം ഇതൊക്കെ ബൈബിളൊക്കെ എവിടെയാന്ന്. ബാക്കി മനുഷ്യരല്ലേ കിടക്കുന്ന 140 കോടി. അയ്യോ, അവരറിയാത്തവനെ എങ്ങനെ വിളിക്കും? നമുക്ക് യേശുവിനെ പറ്റിയുള്ള 4000 പാട്ടറിയാം. ഒരു പാട്ട് പോലും ഇല്ലാത്ത നാടിനെ കുറിച്ച് അറിയാമോ? അവിടെയൊക്കെ അധികം പ്രസംഗം ഏക്കത്തില്ല. എന്നാ പാട്ട് പഠിപ്പിച്ചാൽ അവർ പാടിക്കോളും. അവർ കേട്ടിട്ടില്ലാത്തവനെ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? ആരെങ്കിലും അയക്കണം. അയക്കുക എന്ന് പറഞ്ഞാൽ ചർച്ചാണ് മിഷണറിമാരെ അയക്കേണ്ടത്. ചർച്ചിനെ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത് കുടുംബങ്ങളാണ്. ജോലിയുള്ള, വരുമാനമുള്ള ഒരു കുടുംബം ഒരു മിഷണറിയെ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന സഭകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ഒരു മിഷണറി അവിടെ എത്തുന്നു, അവൻ പ്രസംഗിക്കുന്നു, നാളുകൾ കൊണ്ട് ആളുകൾ കേൾക്കുന്നു, അറിയുന്നു, വിശ്വസിക്കുന്നു. നമുക്ക് പ്രവർത്തിക്കാം. കർത്താവ് കൂടെയുണ്ട്. ആമേൻ.